വർഗീയ പരാമർശത്തിൽ എ വിജയരാഘവനെതിരെ വിമർശനവുമായി എ പി വിഭാഗം. മുസ്ലിം സമുദായം മൊത്തം വർഗീയവാദികളാണ് എന്നല്ലേ വിജയരാഘവന്റെ പ്രസ്താവനയുടെ അർത്ഥമെന്ന് SYS നേതാവ് റഹ്മത്തുള്ള സഖാഫി എളമരം ചോദിച്ചു. വിജയരാഘവന്റെ പ്രസ്താവന ആരെ സന്തോഷിപ്പിക്കാനാണ്? പ്രസ്താവനയിലൂടെ വിജയരാഘവൻ തന്റെ പാരമ്പര്യം നിലനിർത്തുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അസ്ലം, എവിടെയാണ് ഈ വിമർശനം? ഫേസ്ബുക്കിലൂടെയാണ് SYSന്റെ സംസ്ഥാന ഓർഗനൈസിംഗ് പ്രസിഡന്റ് റഹ്മത്തുള്ള സഖാഫി എളമരം വിമർശിച്ചിരിക്കുന്നതിൽ വാക്കുകൾ വായിക്കാം. CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ വാക്കുകളാണിത്. അദ്ദേഹത്തിൻ്റെ വാക്ക് കോട്ട് ചെയ്തിട്ടാണ്. സ്വഭാവത്തോടെ തന്നെയാണോ അദ്ദേഹം ഇത് പറഞ്ഞത്? അങ്ങനെയെങ്കിൽ മുസ്ലിം സമുദായം മൊത്തം വർഗീയവാദികൾ എന്നല്ലേ അതിനർത്ഥം? 4 ലക്ഷത്തിന് മുകളിൽ വോട്ടിന് പ്രിയങ്ക വിജയിച്ചെങ്കിൽ മുസ്ലിങ്ങളിൽ വർഗീയവാദികൾ മാത്രമേ ഉള്ളൂ എന്നും വരില്ലേ? ഇത് ആരെ സന്തോഷിപ്പിക്കാനാണ്? ഈ പ്രസ്താവനയുടെ വിജയരാഘവൻ തൻ്റെ പാരമ്പര്യം നിലനിർത്തി എന്നതേയുള്ളൂ. അതായത് മുസ്ലിം വിഭാഗത്തെ മൊത്തം വർഗീയവാദികളായി ചിത്രീകരിക്കുന്നതാണ് വിജയരാഘവൻ്റെ പ്രസ്താവന. അത് ആരെ സന്തോഷിപ്പിക്കും? RSന്റെ സന്തോഷിപ്പിക്കാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അതേസമയം ആരെ സന്തോഷിപ്പിക്കാനെന്ന ചോദ്യം ഉന്നയിക്കുന്നു. എന്തായാലും വിജയരാഘവന്റെ പ്രസ്താവനയ്ക്കെതിരെ ഒരുപക്ഷെ ബാക്കി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മുസ്ലിം ലീഗ് അടക്കം വിമർശനം ഉയർന്നെങ്കിലും SYSന്റെ കാന്തപുരം AP വിഭാഗം CPUമായി അനുഭവം പുലർത്തുന്ന കാന്തപുരം AP വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടാണ് അത്തരമൊരു പ്രതികരണം വരുന്നത്. എന്തായാലും ആ പ്രസ്താവന മുസ്ലിങ്ങളെ മൊത്തം വർദ്ധികളാക്കുന്ന രീതിയിലായിപ്പോയി എന്നൊരു വിമർശനം പങ്കുവയ്ക്കുകയാണ് SYSന്റെ സംസ്ഥാന ഓർഗനൈസിംഗ് പ്രസിഡന്റായ റഹ്മത്തുള്ള സഖാഫി എളമരം. വിജയരാഘവനെതിരായ നിലപാട് സമസ്ത മുഖപത്രം സുപ്രഭാതം എന്ന് സ്വീകരിച്ചതിനെ തുടർന്നാണ് എ പി വിഭാഗം SYS നേതാവ് റഹ്മത്തുള്ള സഖാഫി എളമരമാണ് ഫേസ്ബുക്കിൽ ഇപ്പോൾ വിജയരാഘവനെതിരായ ഈ പരാമർശം നടത്തിയിട്ടുള്ളത്. ഇന്നലെ തൻ്റെ പ്രസംഗത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് വിജയരാഘവൻ ഫേസ്ബുക്കിൽ ഒരു നീണ്ട കുറിപ്പിട്ടിരുന്നു. ആ കുറിപ്പിന്ന് CPMന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം വിജയരാഘവൻ്റെ പരാമർശത്തെ CPMും പിന്തുണയ്ക്കുകയാണോ എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് പാരമ്പര്യമായി തന്നെ LDFനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന AP വിഭാഗം യുവജന വിഭാഗത്തിൻ്റെ നേതാവ് റഹ്മത്തുള്ള സഖാഫി എളമരം വിജയരാഘവനെതിരെ രൂക്ഷമായ ഇപ്പോൾ രംഗത്തെത്തിയുള്ളത്. ഇപ്പോൾ റഹ്മത്തുള്ള സഖാഫി എളമരം തന്നെ ടെലിഫോൺ ലൈനിലുണ്ട്. റഹ്മത്തുള്ള സഖാഫി, ഇതൊരു CPMന്റെ ഒരു ഔദ്യോഗിക നിലപാടായിട്ട് കാണുന്നു, അതല്ല വ്യക്തിപരമായി തന്നെ വിജയരാഘവൻ തുടർച്ചയായി തുടരുന്ന ഇത്തരത്തിലുള്ള പരാമർശത്തിന്റെ തുടർച്ചയാണോ? അങ്ങനെ വേണം അത് കാണാൻ. ഞങ്ങൾക്ക് പറയാനുള്ളത്, പൊതുവില് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ വർഗീയത ആരോപിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അത് അവസാനിപ്പിക്കണം എന്നാണ്. അത് ഭൂരിപക്ഷ വർഗീയതയുടെ പേര് പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയതയുടെ പേര് പറഞ്ഞാലും അതുകൊണ്ടുണ്ടാകുന്നത് വർഗീയ ധ്രുവീകരണം മാത്രമാണ്. അതല്ലാത്ത രാഷ്ട്രീയം പറഞ്ഞിട്ട് ആയിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളതാണ്. ശ്രീ റഹ്മത്തുള്ള സഖാഫി, ഇതിപ്പോൾ വിജയരാഘവൻ ഈ പ്രസ്താവന നടത്തുന്ന ദിവസങ്ങളായി. ഇതുവരെ CPM ഔദ്യോഗികമായി ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ അല്പം മുമ്പ് CPMന്റെ ഔദ്യോഗിക പേജ് വിജയരാഘവൻ ഇന്നത്തെ ഫേസ്ബുക്ക് പേജ് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ എന്താണ് കാണുന്നത്? പാർട്ടി ഇങ്ങനെ ഒരു ലൈൻ സ്വീകരിച്ചു എന്ന് കാണണമോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം? അത് അവരോട് ചോദിക്കണം. കാരണം വിജയരാഘവൻ ഇതിനു മുമ്പും വർഗീയത ചുവയുള്ള ഇതുപോലത്തെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾക്ക് അതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പാർട്ടിയുടെ അനുമതിയോടുകൂടെയാണോ അവരുടെ അഭിപ്രായമാണോ എന്നുള്ളത് അവരോട് അന്വേഷിക്കേണ്ടതാണ്. ശരി, നന്ദി റഹ്മത്തുള്ള സഖാഫി ഈ വാർത്തയോട് പ്രതികരിച്ചതിന്. അസ്ലമിലേക്ക് ഒരിക്കൽ കൂടി. അസ്ലം, ഇപ്പോൾ സമസ്തയുടെ ഇരു വിഭാഗവും ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. മുസ്ലിം സംഘടനകളിൽ നിന്ന് അതിരൂക്ഷമായ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. CPMന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം ഇതുവരെ വന്നോ? ഔദ്യോഗികമായ വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ രാവിലെ MV ഗോവിന്ദൻ മാസ്റ്ററെ കാണാൻ മാധ്യമപ്രവർത്തകർ തിരുവനന്തപുരത്ത് ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും വന്നിട്ടില്ല. മറ്റു നേതാക്കളും ഈ പ്രസ്താവനയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നൊരു സമീപനമാണ് ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CPMന്റെ ഭാഗത്തുള്ള ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല. നേരത്തെ വിജയരാഘവൻ ഇന്നലെ ഫേസ്ബുക്കിലിട്ട ആ ഒരു പ്രതികരണം, അതായത് ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആ ഒരു പ്രതികരണം CPMന്റെ പേജിൽ ഷെയർ ചെയ്തിരിക്കുന്നത് മാത്രമാണ് നമുക്കൊരു ഔദ്യോഗിക നിലപാട് എന്ന് ഇതിൽ പറയാൻ കഴിയുള്ളൂ. നേരത്തെ കുറച്ചു മുമ്പേ K മുരളീധരനാണെങ്കിലും NK പ്രേമേന്ദ്രനാണെങ്കിലും എല്ലാവരും ഉന്നയിച്ചൊരു കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള CPMന്റെ ലൈൻ മാറ്റത്തിൻ്റെ ഏറ്റവും കൃത്യമായ ഒരു പ്രകടനം വിജയരാഘവൻ നടത്തി എന്നതിനപ്പുറത്തേക്ക് അതിൽ വിജയരാഘവൻ്റെ വ്യക്തിപരമായ സമീപനം മാത്രമല്ല CPMന്റെ ഒരു
ലൈനാണ്. ഹിന്ദു പിന്നെ വോട്ടുകളെ സംശീകരിക്കുന്നതിന് വേണ്ടി ഭൂരിപക്ഷ പ്രീണനം എന്ന് പറയുന്ന ഭൂരിപക്ഷത്തെ വർഗീയതയെ ഇളക്കിവിട്ടുള്ള ഒരു സമീപനം എന്ന രീതിയിലേക്ക് CPM ലൈൻ മാറി. ഇന്നലെ നമുക്കറിയാം PK കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശം പൊതുവേ എല്ലാ വിമർശകങ്ങളും മയത്തിൽ പറയുന്നതാണ്. CPM ഇന്നലെ വിമർശം കുറച്ചുകൂടി മയത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി ഇന്നലെ CPM ഭൂരിപക്ഷ വർഗീയതയെ ഇളക്കി വിടാൻ ശ്രമിക്കുന്നു കേരളത്തിൽ എന്ന വളരെ രൂക്ഷമായ പരാമർശമാണ് PK കുഞ്ഞാലിക്കുട്ടി വരെ നടത്തിയത്. ആ അർത്ഥത്തിൽ രൂക്ഷമായ CPMന്റെ നയത്തെ പ്രത്യേകിച്ച് UDF, മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അത് മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് മാത്രമാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. ഇതുവരെ ഒരുപക്ഷെ അത്തരം പ്രസ്താവനകൾ പ്രതികരിക്കാതിരുന്ന ആ അർത്ഥത്തിൽ പ്രതികരിക്കാതിരുന്ന കാന്തപുരം വിഭാഗം കൂടി അത്തരം ഒരു പരാമർശം വെറുമൊരു വർഗീയതയെക്കുറിച്ചുള്ള പരാമർശം മാത്രമല്ല, മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തെ പ്രശ്നവൽക്കരിക്കുന്ന വർഗീയത ചാപ്പകുത്തി രീതിയിലേക്ക് ആയിപ്പോകുന്നു എന്നുള്ള തോന്നൽ അതിനകത്ത് തന്നെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ ഫേസ്ബുക്കിലൂടെ അത്തരമൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. മുഴുവൻ മുസ്ലിങ്ങളും വർഗീയതയിലാക്കുന്ന രീതിയിലേക്ക് ആയിപ്പോയില്ലേ ആ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. അങ്ങനെയാണ് സാധാരണ സമസ്തയെ തന്നെ നമുക്കറിയാം. സുപ്രഭാതം പത്രം പലപ്പോഴും CPM ഇപ്പോൾ വരുന്ന ചില വാർത്തകളുണ്ട്. ഇപ്പോൾ വരുന്ന വാർത്തകൾ വിജയരാഘവനെ PK ശ്രീമതി ടീച്ചർ ന്യായീകരിക്കുന്നു. ശ്രീമതി ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. വിജയരാഘവൻ പാർട്ടി നയമനുസരിച്ചുള്ള കാര്യങ്ങളാണ് പ്രസംഗത്തിൽ പറഞ്ഞതെന്നാണ് ശ്രീമതി ടീച്ചർ പറയുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട സാമുദായിക നേതാവ് കേരളത്തിൽ വർഗീയവാദികൾ തലയുയർത്താൻ ശ്രമിക്കുന്നു, ഹിന്ദു മുസ്ലിം വർഗീയവാദികൾക്കെതിരായ നിലപാടാണ് CPMൻ്റേത്. അതായത് ഇത് വിജയരാഘവൻ പറഞ്ഞതിലെ വാക്കുകൾ മാറ്റി നിർത്തിയാൽ നിലപാട് CPMൻ്റെ തന്നെയാണെന്ന് വരികയാണ്. തീർച്ചയായും നേരത്തെ നമുക്കറിയാം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹൻ മാസ്റ്റർ മെക്സവനുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിവാദം നമുക്കറിയാം. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള വിമർശനങ്ങൾ അറിയാം. അതൊക്കെ തന്നെയും ഇതുവരെ ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെയോ അംഗീകരിക്കാത്ത ആൾക്കാർ പോലും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളും UDF ഉൾപ്പെടെയാണെങ്കിലും ഇത് ആ സംഘടനകൾക്കെതിരായ വിമർശനമായിട്ടല്ല, പകരം CPM ഒരു പുതിയ ലൈനിലേക്ക് വന്നിരിക്കുന്നു. നേരത്തെ പരമാവധി മുസ്ലിം വോട്ടുകൾ സംശയിക്കുന്നതിന് വേണ്ടി പൗരത്വ ഭേദഗതി വിഷയങ്ങൾ ഉൾപ്പെടെ കത്തിച്ചേർത്തിയെങ്കിലും അതൊന്നും ലഭ്യമാകാത്ത സാഹചര്യത്തിൽ UDFിലേക്ക് മുസ്ലിം വോട്ടുകൾ പരമാവധി പോകുന്നു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ ഭൂരിപക്ഷ വോട്ടുകളിലേക്ക് തങ്ങളുടെ കണ്ണ് വെച്ചുകൊണ്ടുള്ള കൃത്യമായ ഒരു ഹിന്ദു ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അത്തരമൊരു പ്രസ്താവനകളിലേക്ക് അവർ പോകുന്നു. അത് പല രീതിയിൽ P. മോഹൻ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ വിജയരാഘവൻ വേറെ രീതിയിൽ പറയുന്നു. CPM സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും മറ്റുള്ള ആൾക്കാരെ പാലക്കാട് നമുക്കറിയാൻ സംബന്ധിച്ചുള്ള പത്രപ്രസ്താവനയാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും ആ രീതിയിൽ ഒരു വശത്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയ ലൈനായിട്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ മനസ്സിലാക്കുന്നത്, പ്രതിപക്ഷം പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലൈനിനെതിരായ ഒരു പ്രതിഷേധം, പ്രത്യേകിച്ച് അവരോട് അനുഭാവമുള്ള ആൾക്കാരുടെ പ്രതിഷേധം കൂടി ഉയരുന്നു എന്നുള്ളതാണ് കാന്തപുരം വിഭാഗത്തിൻ്റെ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ സുപ്രഭാതം CPM അനുകൂല സമീപനം പലപ്പോഴും സ്വീകരിക്കുകയും അതിൻ്റെ പേരിൽ വിമർശനം അവർ പാർട്ടിക്ക് സമസ്തയ്ക്കകത്തും ലീഗിനകത്തും നേരിടുന്ന ഒരു വിഭാഗമാണ്. എന്നാൽ പോലും അവരുടെ ഇന്നത്തെ എഡിറ്റോറിയൽ വളരെ രൂക്ഷമാണ്. ഒരു സംഘപരിവാറിന് മണ്ണൊരുക്കുകയാണെന്നുള്ള ചോദ്യം വരുന്നു. CPMനകത്തുള്ള മുസ്ലിം വിരുദ്ധത പല രീതിയിലൂടെ പുറത്തു വരികയാണ് ചെയ്യുക എന്നൊക്കെ അവർ പറയുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം മുസ്ലിം സംഘടനകൾക്കകത്ത് പ്രത്യേകിച്ച് സമസ്ത പോലുള്ള സംഘടനകൾക്കകത്തൊക്കെ ഈ തുടരുന്ന ഈ പ്രസ്താവനകൾ എന്ന് പറയുന്നത് കൃത്യമായി തന്നെ ഒരു CPMൻ്റെ നയവ്യതിയാനത്തിൻ്റെ ഭാഗമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായി അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന ആവശ്യം അവർ ഉന്നയിക്കാൻ നേരത്തെ റഹ്മത്തുള്ളാഹി സഖാഫി അളവരും പറഞ്ഞ കാര്യം അതാണ്. അത് CPMനെ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ വർഗീയത വെച്ചുകൊണ്ടുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഈ ഒരു നിലപാടിൽ നിന്നും മാറി നിന്നുകൊണ്ട് രാഷ്ട്രീയം പറയണം എന്ന കാര്യമാണ് റഹ്മത്തുള്ളാഹി സഖാഫി സൂചിപ്പിക്കുന്ന. ആ അർത്ഥത്തിൽ വിഭാഗങ്ങളിൽ നിന്നും എതിർപ്പുയർന്നിരിക്കെ CPM ഔദ്യോഗികമായി തന്നെ വിജയരാഘവന്റെ പ്രസ്താവനയെ ന്യായീകരിക്കുകയാണ്, അതിനെ പിന്തുണയ്ക്കുകയാണ് എന്ന വാർത്തകളാണ് ഈ നിമിഷത്തിൽ പുറത്തുവരുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചറും LDF കൺവീനർ TP രാമകൃഷ്ണനും ഇരുവരും അല്പം മുമ്പ് വിജയരാഘവൻ പറഞ്ഞത് പാർട്ടി നിലപാടാണ് എന്ന് ഉറക്കെ പറയുകയാണ്. വീണ്ടും വിജയരാഘവനെ പിന്തുണച്ചുകൊണ്ട് CPM ഔദ്യോഗികമായി തന്നെ രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.